ഇന്നലെ ശ്രേയസ് അയ്യർ പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ലോക ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റനും ഇതുവരെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേയില്ല. നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ലോക ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ ഒരു കളി തോറ്റതിന് ശേഷം അത് തോൽക്കാൻ കാരണം ഒരു പർട്ടിക്കുലർ ഓവർ ആണെന്നോ പർട്ടിക്കുലർ ബോളർ ആണെന്നോ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാണ് ശ്രേയസ് അയ്യർ ചെയ്തത്. ഏത് ഓവറാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും പറഞ്ഞിട്ട് താൻ ആരെയും പിൻ പോയിന്റ് ചെയ്യുന്നില്ല എന്നും അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്തു. ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കരുത് എന്നതിനുള്ള പെർഫെക്റ്റ് ഉദാഹരണമായിരുന്നു അത്. ശരിയാണ്, ബിഷ്ണോയുടെ ഓവറാണ് ഇന്നലത്തെ കളിയെ മാറ്റിമറിച്ചത്. പക്ഷേ എൻ്റെ അറിവിൽ ഒരു ക്യാപ്റ്റനും ഇങ്ങനെ ഒരു കളിക്കാരനെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് അതിന് ബ്ലെയിം നൽകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ വെറുക്കപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യ പോലും അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. ശ്രേയസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രേയസ് അയ്യരുടെ ഫാൻസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രവി ബിഷ്ണോയി ലോക 1-ാം നമ്പറിൽ എത്തിയിട്ടുള്ള ഒരു T20 ബോളറാണ്. ആ 1-ാം റാങ്ക് എന്ന സ്ഥാനത്തിരിക്കുമ്പോഴും ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള പ്ലെയറാണ്, അവഗണനകൾ നേരിട്ടിട്ടുള്ള പ്ലെയറാണ്. അതിനുശേഷം സ്വന്തം പ്രയത്നത്താലാണ് അദ്ദേഹം ടീമിൽ തിരിച്ചെത്തിയത്. എന്നാൽ ശ്രേയസ് അയ്യറോ ലോക റാങ്കിങ്ങിൽ 15-ാം സ്ഥാനത്ത് ഇതുവരെ എത്തിയിട്ടില്ലാത്ത, ഇന്റർനാഷണൽ T20യിൽ പറയത്തക്ക അച്ചീവ്മെന്റ് ഒന്നുമില്ലാത്ത ഒരു പ്ലെയർ, ഒരു ക്യാപ്റ്റനാവാൻ അർഹതയുണ്ടായിരുന്ന സഞ്ജു സാംസനെ പരിഗണിക്കാതെ ലോകകപ്പ് നേടിയ ക്യാപ്റ്റനായ സൂര്യകുമാറിനെ പുറത്താക്കി കെട്ടിയിറക്കപ്പെട്ട ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ശ്രേയസ് അയ്യർ. ഇനി IPL ക്യാപ്റ്റൻസിയാണ് ഒരു കാരണമെങ്കിൽ 7 കളികൾ അടുപ്പിച്ച് തോറ്റ ശ്രേയസിനേക്കാളും എന്തുകൊണ്ടും യോഗ്യൻ പട്ടിദാർ തന്നെയായിരുന്നു. ഇന്നലത്തെ കളിയുടെ കമന്റുകൾ കണ്ടാൽ അറിയാം, ബിഷ്ണോയുടെ അച്ചീവ്മെന്റുകളെ കുറിച്ച് യാതൊരു പിടിയുമില്ലാത്ത, അദ്ദേഹം ലോക 1-ാം നമ്പർ ബോളർ ആയിരുന്നു എന്ന് പോലും അറിയാത്ത ആളുകളാണ് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ച് കമന്റുകൾ ഇടുന്നത്. ഇവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോട്ടറി അടിച്ച് കിട്ടുന്ന ഒരു കാര്യമല്ല ഈ ലോക 1-ാം നമ്പർ സ്ഥാനം. PR വർക്ക് നടത്തിയാലും അത് കിട്ടില്ല. മറ്റൊന്ന് ശ്രേയസ് അയ്യർക്ക് കിട്ടുന്ന പല പ്രിവിലേജുകളുമാണ്. ഇങ്ങനെ നൂൽ കെട്ടിയിറക്കിയിട്ടും സഞ്ജു ഫാൻസിന്റെ അടുത്തു നിന്ന് പോലും അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ല. എന്ത് മാനദണ്ഡം നോക്കിയാലും ശ്രേയസ് അയ്യരെക്കാളും ഒക്കെ യോഗ്യത സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഇന്ത്യൻ T20 ക്യാപ്റ്റനാവാൻ. അന്ന് ആ തീരുമാനം അഗാർക്കറിന്റെ തലയിലിടാൻ വേണ്ടി, സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി ഗംഭീർ ഒരുപാട് വാദിച്ചു. പക്ഷേ അഗാർക്കർ എതിർത്ത് നിന്നു എന്നൊക്കെയായിരുന്നു പലരും നുണപ്രചരണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തപ്പോഴോ അവിടെയും പഴി ശ്രേയസ് അയ്യർക്കില്ല. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവാൻ വേണ്ടി സഞ്ജു സാംസണിന് വേണ്ടി വാദിച്ച ഗംഭീർ അദ്ദേഹത്തെ 11-ൽ പോലും ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ലെന്നോ? അപ്പോൾ ഇന്ത്യയുടെ 11 തീരുമാനിക്കുന്ന ആരാണ്? അജിത് അഗാർക്കർ ആണോ? കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. 200-ലധികമുള്ള ടാർഗറ്റുകൾ ഡിഫെൻഡ് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെടുമ്പോഴും, കളികൾ ഒട്ടനവധി തുടർച്ചയായി പരാജയപ്പെടുമ്പോഴും ശ്രേയസ് അയ്യർ ഒരു ആവറേജ് ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതുപോലുമല്ല എന്ന് തെളിയിക്കുകയാണ്. ഒരു ക്യാപ്റ്റന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി നേതൃത്വ പാഠവും. തൻ്റെ ടീമിലെ കളിക്കാർക്ക് ആത്മവിശ്വാസം നൽകി അവർ തളർന്നു പോവാതെ നോക്കാനുള്ള ഒരു പാഠവും അത് ശ്രേയസ് അയ്യർക്ക് ഇല്ല. ആ ചേർത്ത് നിർത്തലാണ് ഒരു ക്യാപ്റ്റന് വേണ്ട ഏറ്റവും വലിയ കഴിവ്. മുൻപ് ഒരു IPL മത്സരത്തിൽ ശശാങ്ക് സിംഗ് തുടർച്ചയായി ഒരുപാട് ക്യാച്ചുകൾ വിട്ടപ്പോൾ ആ മത്സരശേഷം ശശാങ്ക് സിംഗുമായി കൂടെ ഇരുന്ന് ചിരിച്ച് കളിച്ചുല്ലസിക്കുന്ന ശ്രേയസ് അയ്യരുടെ ദൃശ്യങ്ങൾ അത് ഒരുപാട് ആഘോഷിക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ആ മത്സരത്തിൽ ഈ ക്യാച്ചുകൾ കാരണം പഞ്ചാബ് എന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രേയസ് അയ്യർ ഇങ്ങനെ ആയിരിക്കില്ല ശശാങ്ക് സിംഗിനോട് പ്രതികരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്, ഞാൻ ആരെയും പിൻ പോയിന്റ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ചിലരെയൊക്കെ ക്യാപ്റ്റൻസിയെ ഏൽപ്പിച്ചത് മുതലാണ് ഇന്ത്യ ഒരൊറ്റ മത്സരം പോലും ജയിക്കാതെ ആയത്.